എല്ലാവർക്കും നാത്തൂൻസ് സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഹമ്പിൾ ആയിട്ടാണ് കേട്ടോ. അരിയുണ്ട, അരി വറുത്ത് പൊടിച്ച് എളുപ്പത്തിലുണ്ടാക്കുന്ന ഡിഷ്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ട അരി, കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര, കുറച്ച് എള്ള്, 2 ഏലക്ക, കുറച്ച് കാഷ്യൂനട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അരി കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെക്കാം. ഞാനിങ്ങനെ അരി കഴുകി വെള്ളം പോകാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം. തീ ഒരു മീഡിയത്തിലിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. അരി എല്ലാം നന്നായിട്ട് പൊട്ടുന്നത് വരെ വറുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടയിൽ ഇങ്ങനെ കടിക്കും. അപ്പോൾ എല്ലാ അരി നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി അരി ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അതേ സെയിം പാനിലിട്ട് കാഷ്യൂനട്ടും ഏലക്കായും വറുത്തെടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എള്ളും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി തണുത്ത അരി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞോട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടയിൽ ഇങ്ങനെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. തരിയൊന്നുമില്ല. തരിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടയിൽ ചിലപ്പോൾ കടിക്കും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഏലക്ക ചേർത്ത് ഒന്നോടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായും നന്നായിട്ട് പൊടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ, എള്ള്, ശർക്കര എന്നിവ കൂടി ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. തേങ്ങ അധികം അങ്ങ് അരഞ്ഞു പോവണ്ട. തേങ്ങ അധികം അരയാത്തതാണ് നമുക്ക് ഈ ഉണ്ടയിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. ലാസ്റ്റിലായിട്ട് കാഷ്യൂനട്ടും കൂടെ ഇട്ട് പൾസ് ചെയ്തെടുത്താൽ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഒരുപാട് ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല, കാരണം തേങ്ങ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതല്ലേ. അപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും നമ്മളത് കഴിക്കണം. അതുപോലെ ഇതൊരു 4 മണിക്ക് നല്ലൊരു പലഹാരമാണ്. ഞാൻ ചേർത്തിരിക്കുന്ന അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അളവുകളിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായയുടെ കൂടെ ഇതൊന്നും ഉണ്ടാക്കി നോക്ക്. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.